ഇപ്പോൾ ഒരു കസ്റ്റമറിന് ബിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം photomall.inലെ ഡാഷ്ബോർഡിൽ പേജസിന് താഴെയുള്ള പാക്കേജസ് സെക്ഷനിലേക്ക് പോവുക. പാക്കേജസ് ഇതിനകം ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് പാക്കേജ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. പാക്കേജ് നെയിം, പ്രൈസ്, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ പാക്കേജ് ക്രിയേറ്റ് ആയിരിക്കും. അതിനുശേഷം പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകി സബ്മിറ്റ് ചെയ്യുക. പാക്കേജിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവുമെന്ന് സ്പെസിഫിക്കേഷൻ സെക്ഷനിൽ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ പാക്കേജ് ബില്ലിംഗ് പർപ്പസിന് മാത്രം വേണമെങ്കിൽ ഹിഡൻ ആയി വെക്കാം. വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ആകണമെങ്കിൽ വിസിബിലിറ്റി എനേബിൾ ചെയ്ത് കവർ ഇമേജ് ആഡ് ചെയ്യാം. അതിൽ പാക്കേജിന് അനുയോജ്യമായ കവർ ഇമേജ് ചൂസ് ചെയ്ത് ആഡ് ചെയ്താൽ പാക്കേജ് കംപ്ലീറ്റ് ആയി റെഡിയാവും. ഇതുപോലെ ട്രഡീഷണൽ, കാൻഡിഡ് എന്നീ പാക്കേജസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ബേസിക്, സിൽവർ, ബ്രോൺസ് എന്നിങ്ങനെയും ആഡ് ചെയ്യാം. പാക്കേജ് റെഡിയായതിനു ശേഷം ബില്ലിംഗ് സെക്ഷൻ നോക്കാം. ഡാഷ്ബോർഡിൽ ബില്ലിംഗിന് താഴെ ഒരു ഡാഷ്ബോർഡ് ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾ GST ബില്ലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് GSTയിൽ GST നമ്പർ ആഡ് ചെയ്യുക. ശേഷം കോട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് കോട്ടേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ യൂസർ ആണോ എക്സിസ്റ്റിംഗ് യൂസർ ആണോ എന്ന് ചോദിക്കും. എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ അവരുടെ ഡേറ്റ ഇതിനകം ഉണ്ടായിരിക്കും. ന്യൂ യൂസർ ആണെങ്കിൽ പുതിയ ഡേറ്റ നൽകണം. നെയിം, നമ്പർ എൻ്റർ ചെയ്ത് ക്രിയേറ്റ് യൂസർ കൊടുക്കുക. യൂസർ ക്രിയേറ്റ് ആയിരിക്കും. ഇപ്പോൾ ആ യൂസറിന് കോട്ടേഷൻ റെഡി ചെയ്യാം. യൂസറിന്റെ നെയിം, നമ്പർ കാണിക്കും. ഇമെയിൽ നൽകിയിട്ടില്ലാത്തതിനാൽ നോ ഇമെയിൽ എന്ന് കാണിക്കും. ഇപ്പോൾ സർവീസസ് ആഡ് ചെയ്യാം. ആഡ് ഐറ്റംസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജസ് എല്ലാം ലിസ്റ്റ് ആവും. അതിലൊരു കാൻഡിഡ് പാക്കേജ് ആഡ് ചെയ്യാം. പിന്നെ ഒരു ട്രഡീഷണൽ പാക്കേജ് ആഡ് ചെയ്യാം. കൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. 1, 2 എന്നിങ്ങനെ ക്വാണ്ടിറ്റി മാറ്റാം. അതുപോലെ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ടോട്ടൽ 85,000 rupees വരും. കോട്ടേഷൻ എന്നത് കസ്റ്റമറിന് ആദ്യം പ്രൊപ്പോസലായി നൽകുന്നതാണ്. കൺഫർമേഷൻ പിന്നീട് ലഭിക്കും. അതിനാൽ ഇതിൽ എഡിറ്റ് ചെയ്ത് ചേഞ്ചസ് ചെയ്യാം. ഉദാഹരണത്തിന് 10,000 rupees പാക്കേജ് ഈ കസ്റ്റമറിന് 8,000 rupees ആക്കാം. 15,000 rupees പാക്കേജ് 12,000 rupees ആക്കാനും കഴിയും. എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് കോട്ടേഷൻ കൊടുത്താൽ കോട്ടേഷൻ ക്രിയേറ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും കഴിയും. ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ലോഗോ, അഡ്രസ് എന്നിവ എല്ലാം ഡിസ്പ്ലേ ആവും. കോട്ടേഷൻ വിജയ് എന്ന പേഴ്സണ് നൽകാനാണ്. കോട്ടേഷൻ നമ്പർ, ക്രിയേറ്റഡ് ഡേറ്റ് എന്നിവയും കാണിക്കും. ഇത്രയേ ഉള്ളൂ. ഈ കോട്ടേഷൻ ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമറിന് അയക്കാം. കസ്റ്റമർ കൊട്ടേഷൻ കണ്ടിട്ട് കൺഫർമേഷൻ നൽകിയാൽ താഴെ കൺഫേം ആൻഡ് ജനറേറ്റ് ബിൽ എന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ ബില്ല് ജനറേറ്റ് ആവും. അതായത് ഈ കസ്റ്റമറിന്റെ ഓർഡർ ഒഫീഷ്യലി കൺഫേം ചെയ്തു എന്നർത്ഥം. പേയ്മെന്റ് ഇനിയും ചെയ്തിട്ടില്ലാത്തതിനാൽ പേയ്മെന്റ് പെൻഡിംഗ് എന്ന് കാണിക്കും. ഇപ്പോൾ കസ്റ്റമർ 20,000 rupee അഡ്വാൻസ് നൽകിയാൽ ക്രിയേറ്റ് റെസിപ്റ്റിൽ അമൗണ്ട് എൻ്റർ ചെയ്ത് മോഡ് ഓഫ് പേയ്മെന്റ്, പേയ്മെന്റ് ഡേറ്റ് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് മാർച്ച് 28-ന് 20,000 rupee പേയ്മെന്റ് ചെയ്തതായി കാണിക്കും. ഇനി ബാലൻസ് അമൗണ്ട് 60,000 rupee ആയിരിക്കും. അതിനുശേഷം കസ്റ്റമർ വീണ്ടും 40,000 rupee പേയ്മെന്റ് ചെയ്താൽ ബാലൻസ് എത്ര ബാക്കിയുണ്ടെന്ന് കാണിക്കും. ഓരോ പേയ്മെന്റിനും ഇങ്ങനെ പ്രത്യേകം റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമറിന് നൽകാം. ഫൈനൽ പേയ്മെന്റ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ പേയ്മെന്റ് ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. അവസാനം ഫുൾ ബിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ബിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഏത് ഡേറ്റിൽ പേയ്മെന്റ് ചെയ്തു എന്നെല്ലാം ക്ലിയർ ആയി കാണിക്കും. അത്ര തന്നെയാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.